സംസ്ഥാനത്തെ അംഗനവാടികളിലെ പാൽ മുട്ട വിതരണം പ്രതിസന്ധിയിലേക്ക്. വിപണിയിലെ കടുത്ത വിലക്കയറ്റത്തിനിടയിലും സർക്കാർ നിശ്ചയിച്ച തുച്ഛമായ തുകയ്ക്ക് പാൽ നൽകാൻ വിതരണക്കാർ തയ്യാറാകുന്നില്ല. പലയിടത്തും കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് അംഗനവാടി ജീവനക്കാർ വിതരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1 ലിറ്റർ പാലിന് വെറും 60 രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചത്. മിൽമയടക്കം വില വർദ്ധിപ്പിച്ചതിനാൽ ഈ തുകയ്ക്ക് അംഗനവാടികളിൽ പാലെത്തിക്കുക അസാധ്യമാണ്. ഗ്രാമീണ മേഖലകളിൽ നിലവിലെ നിരക്കിൽ പാൽ നൽകിയാൽ വലിയ നഷ്ടമുണ്ടാകുമെന്ന് ക്ഷീരസംഘങ്ങളും പ്രാദേശിക വ്യാപാരികളും വ്യക്തമാക്കുന്നു. ഇവിടങ്ങളിൽ 1 ലിറ്ററിന് 65 മുതൽ 70 രൂപ വരെ നൽകണം. അംഗനവാടികളിലേക്ക് പാലെത്തിക്കാനുള്ള വണ്ടിക്കൂലി കൂടി ചേരുമ്പോൾ ചെലവുയരും. പല ജില്ലകളിലും അംഗനവാടികളിലേക്ക് പാൽ വിതരണ ടെൻഡർ എടുക്കാൻ ആരും വരുന്നില്ല. സർക്കാരിന്റെ കടുംപിടുത്തം നേരിട്ട് ബാധിക്കുന്നത് അംഗനവാടികളെ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെയാണ്. വളരുന്ന പ്രായത്തിൽ ലഭിക്കേണ്ട പോഷകാഹാരം മുടങ്ങും. പലയിടത്തും അംഗനവാടി ജീവനക്കാർ കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് വിതരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാലിന്റെ നിരക്ക് അടിയന്തരമായി പുതുക്കി നിശ്ചയിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.